കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ ഇട്ടുണ്ടായിരുന്നു കറണ്ട് ബില്ല് കൂടിയതിനെ കുറിച്ച്. അതിനുശേഷം വീഡിയോ കണ്ട നാട്ടുകാരും സുഹൃത്തുക്കളൊക്കെ നമ്മളോട് ചോദിച്ചു എങ്ങനെ പരാതി കൊടുക്കുന്നത്. പരാതി ഓൺലൈൻ വഴി കൊടുത്തിട്ട് ഇതുവരെ റിപ്ലൈ ഒന്നുമില്ല. അപ്പോഴാണ് എന്റെ കൂടെ സ്റ്റാൻഡിൽ കിടന്ന് ഓടുന്ന നമ്മുടെ സുഹൃത്തിന് ഇതേ സെയിം അവസ്ഥ വന്നത്. 9,000 രൂപയാണ് ബില്ല് വന്നിരിക്കുന്നത്. 3,000 ബില്ല് വരുന്നത് 9,000 രൂപയാണ് വന്നിരിക്കുന്നത്. പരാതി കൊടുക്കാനായിട്ട് കായംകുളം KCB ഓഫീസിലാണ് ചെന്നത്. എൻക്വയറി ചെന്നപ്പോഴത്തേക്ക് പുള്ളിക്കാരൻ പരാതി കൊടുക്കാനെന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാരൻ മൊത്തത്തിലൊരു കലിപ്പ്. മൂർഖനെയാണല്ലോ ചവിട്ടിയത്. എന്തായാലും ക്യാമറ കണ്ടപ്പോൾ പുള്ളി ഒന്ന് പരിങ്ങിയിട്ട് മേളിൽ കയറിയിട്ട് സൂപ്രണ്ടിനോട് കണ്ട് കാര്യം പറയാൻ പറഞ്ഞു. എന്തായാലും മേളിൽ കയറി സൂപ്രണ്ട് മേഡത്തോട് കാര്യം പറഞ്ഞു. എന്റെ തുടക്കത്തിലുള്ള ബില്ലുകളെല്ലാം മേഡം പറഞ്ഞു വിശദീകരിച്ചു. എനിക്ക് വന്നിരിക്കുന്നത് ACD ആണ് എക്സ്ട്രാ. എല്ലാവർക്കും ഇതുപോലെ ഈ മാസം വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. 3 മാസത്തിലേക്ക് ഒരിക്കലും ഇതുപോലെ ഡെപ്പോസിറ്റ് തുക പിടിക്കുമെന്നാണ് പറയുന്നത്. ഇതിനിടയ്ക്ക് അങ്ങനെ ഒരു സാധനം കളിക്കോ? എന്തായാലും KCBയുടെ ഭാഷയിൽ കുറെ ആ ചാർജ് ഈ ചാർജ് ഫ്യൂൽ ചാർജ് എന്നൊക്കെ പറഞ്ഞ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. നമ്മൾ എല്ലാം മൂളി കേട്ടോണ്ടിരുന്നു. എന്തായാലും പോയതിനകത്ത് 9,000 രൂപ നമ്മുടെ സുഹൃത്തിന് എന്തായാലും പ്രയോജനപ്പെട്ടു. പുള്ളിക്കാരന്റെ റീഡിംഗ് തെറ്റാണെന്ന് പറഞ്ഞു. യൂണിറ്റ് അത്രയും കത്തിയിട്ടില്ല, അതുകൊണ്ട് തന്നെ നമ്മൾ റീഡിംഗ് തെറ്റിയാണ് വന്നത്, തെറ്റുപറ്റിയായെന്ന് പറഞ്ഞ അവർ പരാതി കൊടുത്തു. നമ്മൾ KCB നാളെ ഒന്ന് നോക്കിയിട്ട് റീഡിംഗ് നോക്കിയിട്ട് ഒന്നുകൂടെ ബില്ല് തിരിച്ചു തരാമെന്നാണ് പുള്ളിക്കാരനോട് പറഞ്ഞത്. ഭാഗ്യമുണ്ടെങ്കിൽ പുള്ളിക്ക് കിട്ടും. എന്തായാലും സർക്കാർ ഓഫീസിൽ നിന്ന് ആദ്യമായിട്ടാണ് ഇങ്ങനെ മാന്യമായിട്ട് പെരുമാറുന്നതിന് നേരത്തെ കണ്ടത്. എന്നാലും പുള്ളിക്കാരൻ പറഞ്ഞൊന്നും മനസ്സിലായില്ലെങ്കിലും മാന്യമായിട്ടാണ് ഇടപെട്ടത്. സെയിം വീട്ടിൽ സെയിം ഉപകരണങ്ങളൊക്കെ ഉള്ള ആദ്യം താമസം വന്ന് 4 വർഷത്തിന് മുമ്പ് 500 രൂപ വെച്ച് വന്നുകൊണ്ടിരുന്ന എനിക്ക് കറണ്ട് ബില്ല് 3,000 നിൽക്കണമെന്നുള്ള ആ ചാർജ് ഈ ചാർജ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് അഴിമതി കാണിക്കുന്നുണ്ടെങ്കിൽ 1-2 പേര് ഇത് പരാതി കൊടുത്തിട്ട് എതിർത്തിട്ടൊന്നും കാര്യമില്ല. എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് എന്നിട്ട് എല്ലാ കാര്യത്തിനും പ്രതിഷേധിക്കുകയും പരാതി കൊടുക്കുകയൊക്കെ ചെയ്യണം. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ.